ഇന്ന് 2026 ഏപ്രിൽ 6 ആണല്ലോ അല്ലേ? ഇപ്പോഴും നമ്മുടെ ക്രാഫ്റ്റ് ചാനലിൽ ഒരു കലണ്ടർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് കലണ്ടർ ആയിക്കോട്ടെ, 2026 കലണ്ടർ കേട്ടോ. അപ്പോൾ 12 മന്ത്സാണ്. അതിൽ ഞാൻ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ചെയ്യുന്നില്ല, കഴിഞ്ഞതല്ലേ. ഏപ്രിൽ മുതലാണ് തുടങ്ങിയിട്ടുള്ളത്. ഒരു പേപ്പർ എടുക്കുക. ഞാൻ മിനി കലണ്ടറാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഒരു മിനി പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഏതാ മന്ത് എഴുതി കൊടുക്കുക, അടുത്ത് 2026 എഴുതുക, അടിയിൽ നമ്പേഴ്സ് ഡേയ്സും എഴുതി കൊടുക്കുക. സെയിം എല്ലാ മന്ത്സും ഒന്ന് ചെയ്തെടുക്കുക. പിന്നെ ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക, വൈറ്റ് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കളർ പേപ്പർ യൂസ് ചെയ്യാം. വേണമെങ്കിൽ വൈറ്റ് പേപ്പറിൽ തന്നെ കളറ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. സെയിം നമുക്ക് ഈ കാർഡ്ബോർഡ് പീസ് ഒന്നും കൂടി വേണം. അത് ഞാൻ ടേബിളിൽ വെക്കാനായിട്ട് കേട്ടോ 2 എടുത്തിട്ടുള്ളത്. അങ്ങനെ അതൊന്ന് കൂട്ടി ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഒരു ബോർഡർ സിമ്പിളായിട്ട് സെറ്റാക്കി എടുത്തു. നിങ്ങൾക്ക് അടിയിലും കൂടി വേണമെങ്കിൽ കാർഡ്ബോർഡ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഇത്ര മതി, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമുക്കൊരു വൈറ്റ് ബോർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓരോ മന്ത്സും നമ്മൾ എഴുതിയിരുത്തിയിരുന്നല്ലോ, അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ബോർഡറിലല്ല, അതൊന്ന് ഓർഡറിൽ ആദ്യം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിക്കി നോട്ട് യൂസ് ചെയ്യാം. എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റിക്കി നോട്ട് ഇല്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു പേപ്പറിൽ എഴുതിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഓർഡറിൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആ വൈറ്റ് ബോർഡ് ഉണ്ടല്ലോ, അതൊന്ന് അതിലൊന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഫ്ലവർ വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് വരച്ചൊരു ഫ്ലവർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ ഫ്ലവർ മാറ്റിയിട്ടാണ് കേട്ടോ വരയ്ക്കുന്നത്. പിന്നെ ഈ ഫ്ലവർ ഞാനൊരു റെഡ് ഷെയ്ഡാണ് കൊടുക്കുന്നത്. ഇത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഇത് ഞാൻ എൻ്റെ ഒരു സിമ്പിൾ ഇതിൽ ചെയ്തതാണ് ഈ ഫ്ലവറൊക്കെ. പിന്നെ എൻ്റെ അടുത്ത് ഒരു റിങ് ഉണ്ടാവുമല്ലോ ഈ കലണ്ടറിൽ ഒന്ന് മറിക്കാനായിട്ട്, ആ റിങ്ങില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. റിങ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ എനിക്ക് ഇത്രയും ഇങ്ങനത്തെ കലണ്ടർ മതി, അതുകൊണ്ട് ഇങ്ങനത്തെ കലണ്ടർ ഉണ്ടാക്കി. എന്നിട്ട് നമുക്ക് റെഡ് ഫ്ലവർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റിക്കറാണ് കേട്ടോ, ഒരു ബാർബി സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്. ഈ ബാർബി സ്റ്റിക്കർ ഏതാ ക്യാരക്ടർ എന്നൊന്നും എനിക്കറിയില്ല, നല്ല ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ബായ്.